ലോകായുക്ത ഭേദഗതിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഹർജിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടി. പൊതു താൽപ്പര്യത്തിൻ്റെ ഘടകങ്ങൾ ഹർജിയിലില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നു. ജോൺ ലോറൻസ്, എന്തൊക്കെയാണ് ഈ കോടതിയിൽ നിന്ന് ഉള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ ഈ ഹർജിയിന്മേലുള്ള പ്രതികരണം? അജിം ഷാ, ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ബില്ല് കൊണ്ടുവന്നിരുന്നു. ഈ ബില്ല് ചോദ്യം ചെയ്തുകൊണ്ട്, ഈ ബില്ലിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തല MLA ഹൈക്കോടതിയെ സമീപിച്ചു. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച് ലോകായുക്ത നിയമത്തിലെ 14ാമത്തെ വ്യവസ്ഥ സർക്കാർ ഭേദഗതി ചെയ്ത് ഭരണഘടനാ വിരുദ്ധമാണ്, അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് എന്ന് മാത്രമല്ല ജുഡീഷ്യറിയുടെ അധികാരങ്ങളിലുള്ള ഒരു ഇടപെടൽ കൂടിയാണെന്നുള്ള ഒരു ആരോപണം കൂടി രമേശ് ചെന്നിത്തല കോടതി മുമ്പാകെ ഈ ഹർജിയിൽ പോയി പൊതുതാൽപ്പര്യ ഹർജിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. പൊതുതാൽപ്പര്യ ഹർജിയായിട്ടാണ് അദ്ദേഹം ഇത് സമർപ്പിച്ചത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചത്. അത് ചീഫ് ജസ്റ്റിസ് നിർണായകമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഈ ഹർജിയിൽ പൊതുതാൽപ്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ ഹർജി സിംഗിൾ ബെഞ്ചിന് ഉചിതമായ ബെഞ്ച് ഇത് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ ബെഞ്ചിൽ പോസ്റ്റ് ചെയ്യാൻ രജിസ്ട്രിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ആശിഷ് ദേശായിയും VG അരുണും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച്. ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഇതിൽ പൊതു താല്പര്യമില്ല. ഇത് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ പൊതു താല്പര്യമല്ല. ഇത് വിശദമായൊരു വാദം കേട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അത് മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ജനറലാണ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിട്ടുള്ള ഒരു വാദം, സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഈ നിയമ ഭേദഗതി വരുത്താനുള്ള ഒരു അധികാരമുണ്ട്. മാത്രമല്ല ഇത് ലോക്പാൽ നിയമത്തിൻ്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ നിയമ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. കാരണം ലോക്പാൽ നിയമത്തിൽ ഒരു അപ്പീൽ അധികാരം ലോക്പാൽ നിയമത്തിലുണ്ട്, അത് സംസ്ഥാന സർക്കാരിൻ്റെ നിയമത്തിലില്ല. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ലോകായുക്ത നിയമത്തിൻ്റെ 14ാം ഭേദഗതിയിൽ പറയുന്നത് ഒരു പൊതുപ്രവർത്തനം അഴിമതി നടത്തി എന്ന് ലോകായുക്തയ്ക്ക് ബോധ്യപ്പെട്ട് ലോകായുക്ത അതിലൊരു ഉത്തരവിറക്കിയാൽ ആ ഉത്തരവ് നടപ്പാക്കി ഗവർണറെ അറിയിക്കാൻ സംസ്ഥാന മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നമുക്ക് മുൻപിലുള്ള ഒരു കേസിലുണ്ടായ KT ജലീലിന് രാജിവെക്കേണ്ടി വന്നു. KT ജലീലിനെതിരെയുള്ള ആരോപണം ശരിയാണെന്ന് ലോകായുക്ത കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകായുക്തയുടെ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ KT ജലീലിനെ നീക്കാൻ മുഖ്യമന്ത്രി ഗവർണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്നൊക്കെയാണ് ഈ ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വന്നത്. അതുമാത്രമല്ല വകമാറ്റി, അതായത് ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം വന്നു. ആ കേസ് ലോകായുക്ത തള്ളിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ഈ ലോകായുക്ത നിയമത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാർ ആ ഭേദഗതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് സുപ്രധാനമായ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു അപ്പീൽ അധികാരം നൽകിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം വന്നാൽ അത് നിയമസഭയ്ക്ക് പരിശോധിക്കാം, മന്ത്രിക്കെതിരെ ഒരു ആരോപണം വന്നാൽ അത് മുഖ്യമന്ത്രിക്ക് പരിശോധിക്കാം, MLAക്കെതിരെ ഒരു ആരോപണം വന്നാൽ അത് നിയമസഭാ സ്പീക്കർക്ക് പരിശോധിക്കാം. അതായത് ഒരു അപ്പീൽ അധികാരം വന്നിരിക്കുന്നത്. അത് ലോക്പാൽ നിയമത്തിൻ്റെ ചുവട് പിടിച്ച് ലോകായുക്ത നിയമത്തിൽ ഒരു അപ്പീൽ അധികാരം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്നു. അത് ജുഡീഷ്യറിയുടെ അധികാരത്തിൽ ഇടപെടലാണ്. ലോകായുക്ത നിർവീര്യമാക്കുന്നതിനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നത് എന്നുള്ള ഒരു സുപ്രധാനമായ ഒരു ആരോപണം ചൂണ്ടിക്കാണിച്ചാണ് ഈ രമേശ് ചെന്നിത്തല പൊതു താൽപ്പര്യ ഹർജിയായി മുമ്പോട്ട് വന്നത്. അതിപ്പോൾ കോടതി പരിശോധിച്ചതിന് ശേഷം ഇതിൽ പൊതു താൽപ്പര്യമില്ല, ഇത് വിശദമായി കേൾക്കേണ്ട ഒരു വിഷയമാണ് ചൂണ്ടിക്കാണിച്ച് ഇത് ഉചിതമായ ബെഞ്ചിന് പോസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അജിംഷാദ്, ഒരുപക്ഷെ ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ പൊതു താല്പര്യത്തിൻ്റെ ഘടകമില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അല്ല, ആ ഹർജിൻ്റെ മെറിറ്റിലോ ഒന്നും ഒരു ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടിത് സിംഗിൾ ബെഞ്ചിലേക്ക് പോകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതല്ലേ? അതെ, കോടതി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല. രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇത് ജുഡീഷ്യറിയുടെ അധികാരത്തിലുള്ള ഒരു കൈകടത്തലാണ്. ഈ നിയമ ഭേദഗതി, അതായത് ലോകായുക്തയ്ക്ക് സംസ്ഥാന സർക്കാർ, അതായത് 1980 VK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൽ ഈ ലോകായുക്ത നിയമം കൊണ്ടുവന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലോകായുക്ത നിയമമുണ്ട്. പക്ഷേ കേരളത്തിലെ ലോകായുക്ത നിയമത്തിന് വലിയൊരു രീതിയിലുള്ള പല്ലും നഖവുമുണ്ട്. അഴിമതിക്കാരുടെ പല്ല് പറിക്കുന്ന ഒരു വ്യവസ്ഥ അതിനകത്തുണ്ട്. അത് ഗവർണർ മുഖ്യമന്ത്രിയുടെ ആ നിർദ്ദേശം നടപ്പാക്കി ഗവർണർ അറിയിക്കണം, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശം നടപ്പാക്കണം എന്നുള്ളതാണ്. അതായത് അഴിമതിക്കാർക്ക് രക്ഷപ്പെടാൻ യാതൊരു പഴുതും ഈ വ്യവസ്ഥയിലില്ല. ലോകായുക്ത കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടി എടുത്തേ പറ്റൂ. ശരി.